കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കണ്ണൂരിന്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 1028 പോയിന്റുകളുമായാണ് കണ്ണൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയത്. 1023 പോയിന്റുകളുമായി തൃശൂർ രണ്ടാം സ്ഥാനവും 1017 പോയിന്റുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, വിപിൻ സി വിജയൻ, സുർജിത് അയ്യപ്പത്ത്, സ്മിത ഹരിദാസ് എന്നിവർ ചേരുന്നുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ് ആദ്യം. ഹാഷ്മി, അങ്ങനെ കപ്പ് കണ്ണൂരിലേക്ക് പോകുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ ഹാഷ്മി? ഉറപ്പായും അതിന്റെ ആവേശകരമായ അന്ത്യത്തിലേക്ക് പോകുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം. ഉന്മേഷ്, കപ്പാർക്ക് എന്നതിനൊക്കെ അപ്പുറം കൗമാര കേരളം അതിന്റെ പ്രതിഭ ഒന്നടങ്കം ഈ കേരളത്തെ കാണിച്ചു കൊടുത്ത 3-4 ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അതിന്റെ ഉറപ്പായും അതിന് നഷ്ടബോധം വിട്ടു. സമാപന സംഘത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് 2 ഇനങ്ങൾ മാത്രമേ ഉച്ച കഴിയുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നു. 2 ഇനങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും 1023 പോയിന്റുമായി കണ്ണൂര് 1023 പോയിന്റുമായി കണ്ണൂര് ഒന്നാം സ്ഥാനത്ത്, 1018 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്ത്, കോഴിക്കോട് 1016 പോയിന്റുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനത്താണ്, 1010 പോയിന്റുമായി പാലക്കാടാണ് 4ാം സ്ഥാനത്ത്. അപ്പോൾ കണ്ണൂർ 5 പോയിന്റ് വ്യത്യാസത്തിൽ കപ്പ് ഉറപ്പിച്ചത്. ഏതാണ്ട് ഉച്ച കഴിയുമ്പോഴേക്കും കപ്പ് ഉറപ്പിക്കുകയും കണ്ണൂരിന്റെ ടീം അങ്ങനെ വലിയ ആഘോഷ പ്രകടനമായി മുദ്രാവാക്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിൽ അവരുടെ ആഘോഷ പ്രകടനങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ ലൈവ് എടുത്തതുമാണ്. സമാപന സമ്മേളനം ഇനി തുടങ്ങാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഫ്യൂഷൻ മ്യൂസിക്കിന്റെ ഒരു ചടങ്ങ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. അല്പസമയത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനത്തിനായി വരാൻ പോകുന്നുണ്ട്. ലാലേട്ടൻ, ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന മോഹൻലാൽ, മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ലാലേട്ടൻ അല്പസമയത്തിന് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം എത്തി കുറേയധികം ആൾക്കാരെ നമ്മൾ കണ്ടു. അങ്ങനെ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഈ സമാപന സമ്മേളനം കാണാൻ വേണ്ടി നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത വണ്ണം ഇവിടെ കണ്ണെത്താ ദൂരത്തോളം ഇത് വലിയ വേദിയാണ്. ഇതറിയാം, ഈ മൈതാനം വലിയൊരു മൈതാനമാണ്. ആ മൈതാനത്തെ നിറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് നേരത്തെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുണ്ടായിരുന്നു. റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. 2:30 മുതൽ തന്നെ ഇതിനുള്ളിൽ സ്ഥലം പിടിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ് സമാപന സമ്മേളനം കാണാൻ, ലാലേട്ടനെ കാണാൻ. ഉറപ്പായി പ്രതിപക്ഷ നേതാവാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ഉണ്ടാകുന്ന ചില പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, അതിൽ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണം ഈ വേദിയിൽ നടത്തുമോ എന്നത് പ്രസക്തമാണ്. കാര്യം മിനിഞ്ഞാന്ന് സമസ്തയുടെ വേദിയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നേർക്കുനേർ വാക്പോരുണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡെവലപ്മെന്റ് മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തുടർച്ചയിലുള്ള ദിവസങ്ങളായത് കാരണം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാമർശം നടത്തുമെന്നത് രാഷ്ട്രീയ കൗതുകവും രാഷ്ട്രീയ ആകാംക്ഷയുമാണ് ചിലപ്പോൾ ഉണ്ടാക്കാം എന്ന് തന്നെ പറയപ്പെടുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു, ലാലേട്ടൻ വരാൻ പോകുന്നുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഇവിടെ ഈ തൃശ്ശൂർ കലോത്സവത്തെ പറ്റി ഓർക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പരാതികളില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ പരിഭവങ്ങളില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ വൈകലുകളില്ലാത്ത, ഏതെങ്കിലും അങ്ങനെ കാര്യമായ അസ്വസ്ഥതകളോ പ്രതിഷേധങ്ങളോ ഒന്നും കാണാത്ത ഏതാണ്ട് സമാധാനമായി തന്നെ ഏതാണ്ട് ഒരു 99% സമാധാനമായി തന്നെ ഹരിത പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് ഇവിടെ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും NSS വോളണ്ടിയർമാരൊക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഹെൽത്തിലെയും എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ഏകോപിപ്പിച്ച് ഈ ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഏതാണ്ട് കുറ്റമറ്റ മന്ത്രി വി ശിവൻകുട്ടി നമ്മൾ രാവിലെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് കുറ്റമറ്റ രീതിയിൽ ഈ കലോത്സവം പൂർത്തിയാക്കാനായി എന്ന് ഇതിന്റെ സംഘാടകർക്ക് ഉറപ്പായും അവകാശപ്പെടാൻ കഴിയും. ഇവിടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ AC മൊയ്തീൻ അടക്കം തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മുൻ മന്ത്രി ഇവിടെ ഞാൻ നിൽക്കുന്ന ഇതൊരു ഏതാണ്ട് ഒരു VIP പോലെയാണ്. ഇവിടുത്തെ നാട്ടിലെ പ്രധാന പ്രമാണിമാരൊക്കെ അല്ലെങ്കിൽ പ്രമുഖന്മാരൊക്കെ അല്ലെങ്കിൽ നേതാക്കളൊക്കെ ഇരിക്കുന്നത് ഇതിന്റെ ഏറ്റവും മുൻനിരയിലാണ്. അപ്പോൾ ഏറ്റവും മുന്നിൽ നമ്മൾ നിൽക്കുകയാണെന്ന് അങ്ങോട്ടൊക്കെ നോക്കിയാൽ അവിടെ ഈ കപ്പുകൾ ആൾക്കാർക്ക് കൊടുക്കേണ്ട സ്വർണ്ണക്കപ്പടക്കം കപ്പുകൾ അങ്ങോട്ടേക്ക് വരികയാണ്, കപ്പുകളിങ്ങനെ അടുക്കി വെക്കുകയാണ്. സമാപന സമ്മേളനം അതിന്റെ അവസാന മിനിറ്റിലേക്ക്, അതിന്റെ ഒരുക്കത്തിന്റെ അവസാന മിനിറ്റിലേക്ക് എത്തുന്നു. ഫ്യൂഷൻ മ്യൂസിക് തുടങ്ങാൻ പോകുന്നു. അതിൽ ഫ്യൂഷൻ മ്യൂസിക് തുടങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അന്തിമഘട്ടത്തിൽ അതിന്റെ കപ്പുകളെ കൊണ്ടുവെക്കുക എന്നതിനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ ആ ഫ്യൂഷൻ മ്യൂസിക്. അവിടെ കപ്പുകളെ കൊണ്ടുവെക്കുന്നുണ്ട്. ഓരോരോ കപ്പുകൾ വ്യക്തിഗത BSS ഗുരുകുലം സ്കൂളാണ് ഇക്കുറിയും. അവർ തുടർച്ചയായ 13ാം തവണയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന വ്യക്തിഗത ചാമ്പ്യന്മാരാകുന്ന സ്കൂളായി മാറുന്നത്. അത് ചെറിയ നേട്ടമല്ല. ഇക്കുറിയും ഗുരുകുലം തന്നെ അങ്ങനെ വ്യക്തിഗത ചാമ്പ്യന്മാരാകുന്നു. ഇപ്പോൾ സ്വർണ്ണക്കപ്പ് 117 പവനാണ്. ഓർത്തു നോക്കണം, ഇപ്പോൾ ഒരു പവൻ 1,02,2016 മുകളിലേക്ക് ഇന്നൊക്കെ വില പോയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 117 പവൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള കപ്പാണ്. അതിന്റെ വില അങ്ങനെ സ്വർണ്ണത്തിന്റെ വിലയില്ല, അതിനപ്പുറം മൂല്യമുള്ള ഒരു കപ്പാണ്. ആ കപ്പൊക്കെ എടുത്ത് വേദിയിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അല്പസമയത്തിന് ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ ഞാൻ നേരത്തെ ഒരാൾക്ക് ചോദിച്ചപ്പോഴേക്കും ഞാൻ ചേട്ടാ എപ്പോഴാണ് വന്നത്, ഞാൻ അല്പസമയമായി, അപ്പോൾ ഞാൻ എന്തിനാ വന്നേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കപ്പാരെടുക്കുമെന്ന് അറിയണം, ലാലേട്ടൻ ഒന്ന് കാണണം എന്നാ പറഞ്ഞത്. അങ്ങനെ ലാലേട്ടൻ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരുണ്ട്, കപ്പാരടിക്കും എന്നറിയാവുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും ഗംഭീരമായ, ഏറ്റവും ആവേശകരമായ വർണ്ണശബളമായ സമാപന ചടങ്ങിലേക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. ഉന്മേഷ്.
ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാന വേദിയിൽ സമാപന സമ്മേളനം നടക്കാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം അവിടേക്ക് എത്തും. മോഹൻലാലാണ് ചടങ്ങിലെ മുഖ്യാതിഥി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.